Good morning guys, we are heading out to explore more places and food. So let's see how the day unravels. അപ്പോൾ ഈ യാത്ര ഇലവീഴ പൂഞ്ചിറയിലോട്ടാണ്. നല്ല ഭംഗിയുള്ള റോഡ്സാണ്, നല്ല ഗ്രീൻ ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. We are on our way to Elavira Poonjira. We saw this waterfall and we wanted to stop here and just take a look at it. So enjoying the beauty here. We have reached Ilavira Poonjola. Oh my God, Ilavira Chira. So we have reached Ilavira Poonjira. Apparently this is a 1.5 hour trek. Sorry, 1.5 kilometer trek. So I'm guessing it will take 1 hour. അപ്പോൾ ഞങ്ങൾ താഴെ കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ മുകളിലോട്ട് നടക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെ കുറേ ജീപ്പിലുള്ള ചേട്ടന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു പേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓഫ് റോഡിങ് കൊണ്ടുപോകാം. പക്ഷെ ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ഞങ്ങൾക്ക് നടക്കാനായിട്ടുള്ള ഇഷ്ടമാണ് കൂടുതൽ. 1 കിലോമീറ്റർ നടക്കാനുണ്ട്. ഞാൻ മുന്നേറും, ഇനിയും നടന്നു മുന്നേറും. നിങ്ങളാരും എന്നെ വിജയിപ്പിക്കില്ലെങ്കിൽ ഞാൻ മുന്നേറും. അമ്മ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബി. ഈ ഇലവിഴ പൂഞ്ചിറയിൽ ഒരു നോഷനുണ്ട്, ലൈറ്റ്നിങ് അടിച്ച് ഇവിടെ ആൾക്കാർ മരിക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഞങ്ങൾ കുറേ കഥകൾ കേട്ടു. പക്ഷേ ഞങ്ങളിവിടുത്തെ താഴെയുള്ളൊരു ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനോട് സംസാരിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ ഇപ്പോൾ ഇത് കണ്ടോ, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് അവർ കുറേ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ദാറ്റ് കൺട്രോൾസ് എ ലോട്ട് ഓഫ് ലൈറ്റ്നിങ് നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് വരാം, പക്ഷേ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. സേഫ്റ്റി ആദ്യം നോക്കിയിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ട് ഇവിടെ വരിക. പക്ഷേ ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്, ഇതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് ലൈക്ക് ഗോയിങ് ടു മൂന്നാർ. യുനോ നമ്മൾ ഈ ചെറിയ ചെറിയ പോക്കറ്റ്സിലൊക്കെ പോകുമ്പോഴാണ് നമുക്കിതൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഫോളോ മീ. This is a restricted area only for vehicles. People can go. Public can go. Folks, മാലിന്യങ്ങൾ, എന്തോരം മാലിന്യങ്ങൾ, പേപ്പർ വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ്, ഇതെല്ലാം പ്ലീസ് ട്രൈ ടു അവോയ്ഡ്. ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് വന്ന് ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും എന്ത് മോശമാണ് നമ്മുടെയൊക്കെ രാജ്യം. നോക്കൂ, അതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. വെളിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ഭംഗിയായിട്ട് അവർ സ്ട്രീറ്റ്സും അവരുടെ നല്ല നല്ല ഡെസ്റ്റിനേഷനും ടൂറിസ്റ്റ് സ്പോട്ട്സും ഒക്കെ വെക്കുന്നത്. അതുപോലെ നമുക്കും ചെയ്യാം. കം ഓൺ. അവിടെ ട്രെക്കിംഗ് ചെയ്യാം, അങ്ങോട്ട് കയറും, പിന്നെ ഒരു നല്ല വർക്കൗട്ടും ആണല്ലോ. അപ്പം നോ വേർഡ്സ് ബേസിക്കലി. ഇറ്റ്സ് എ ടയറിങ് വാക്ക്, ബട്ട് ഹാപ്പി വാക്ക്, ബേണിംഗ് ലോട്ട് ഓഫ് കാലറീസ് and breathtaking views. So the Ilavira Poonjira movie was shot here. ഇതിന് ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമുക്ക് വ്യൂ ഒക്കെ എൻജോയ് ചെയ്യാം. ആ സ്കൈ ഒക്കെ നമുക്ക് ശരിക്കും നമ്മളെ മുട്ടി നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പോൾ ദൂരക്കാഴ്ചകൾ നന്നായിട്ട് കാണാൻ പറ്റും അവിടെ. നല്ല രസമായിരുന്നു. ഇവിടെ കുറച്ച് നേരം ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്തു. Now we are heading back. Some sound and all is coming from there. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇടുക്കി കോട്ടയം ബോർഡറാണ്. പിന്നെ 3200 ഹൈറ്റിലായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനും ഇവിടെ ഉണ്ട്. അപ്പോൾ ഡ്രോൺ ഫ്ലൈ ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു അവിടെ. പിന്നെ 4 സൈഡ് നോക്കുമ്പോൾ മനോഹരമായ കാഴ്ചകളായിരുന്നു അവിടെ. ടൈം പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ആടിപ്പാടി വർത്താനമൊക്കെ പറഞ്ഞ് താഴോട്ട് അങ്ങ് നടന്ന് അവിടെ ചായക്കടയിലൊക്കെ പോയിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അടുത്ത സ്ഥലത്തിലോട്ട് പോവുകയാണ്. പിന്നെ മുനിയറ കേവ് ആയിരുന്നു അടുത്ത ഡെസ്റ്റിനേഷൻ. അത് നമ്മുടെ ഇലവിഴ പൂഞ്ചിറയിൽ നിന്നും കുറച്ച് കിലോമീറ്റേഴ്സ് താഴോട്ട് പോകണം. അപ്പം നമ്മൾ അവിടെ ബോർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്കവിടെ ഇറങ്ങി കാറ് പാർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 800 മീറ്റേഴ്സ് ഉണ്ട് നടക്കാനായിട്ട്.
അപ്പം നമ്മൾ ആ ചായക്കടയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞിട്ട് അപ്പം ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ ഒരു കേവ് ഉണ്ട്, മുനിയറ കേവ് എന്ന് പറഞ്ഞത്. അപ്പം അതിനകത്ത് നല്ല രസമാണെന്നാണ് പറഞ്ഞത്. സോ വി വാക്കിംഗ് ടുവേർഡ്സ് ദാറ്റ്. ഇറ്റ്സ് ക്ലോസ് ടു 800 meters upward. അപ്പോൾ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, നൗ ഹെഡിങ് ടു മുനിയറ കേവ്. കല്ലും മണ്ണും ഒക്കെ ഉള്ള റോഡാണ്. അപ്പോൾ നല്ല ഷൂ ഇട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിളായിട്ട് നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അഗൈൻ ജീപ്പ് എടുത്തിട്ട് ഓഫ് റോഡിങ് പോലെ നിങ്ങൾക്ക് പോകാം. ഞാൻ ഇതിനകത്തോട്ട് കയറൂല, എനിക്ക് പേടിയാ. ഇതിനകത്തോട്ട് ഞാൻ കയറൂല. എൻ്റെ ഈ കേവ് എത്തി അതിൻ്റെ ആ ഓപ്പണിങ് ഭയങ്കര ചെറുതായിരുന്നു. പ്ലസ് മുട്ടിന് മേലെ വെള്ളവും ഉണ്ട്. അപ്പോൾ എൻ്റെ ഹൈറ്റിനനുസരിച്ച് മുട്ടിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് എന്താ പറയുന്നത് വെള്ളം നിന്നിരുന്നത്. പിന്നെ എക്സ്ട്രാ ക്ലോത്ത്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് കൂടുതൽ വെഞ്ചർ ചെയ്യാൻ പോയില്ല. I went to the cave and I saw the water. It was like till here. So I decided not to venture into that because I don't have clothes. I was bullied by Vignesh for not entering the cave. ഞാൻ ഇതിനകത്തോട്ട് കയറൂല, എനിക്ക് പേടിയാ. So he's very mean to me sometimes. ഇതിനകത്തോട്ട് ഞാൻ കയറൂല. എൻ്റെ വിഗു ഇത്ര വരെ വെള്ളൂരായിരുന്നില്ലേ? ഇത്ര ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ? ഞാൻ ഇതിനകത്തോട്ട് കയറൂല, എനിക്ക് പേടിയാ. ഇതിനകത്തോട്ട് ഞാൻ കയറൂല. We are heading back to Chechi's house for lunch. Suddenly the climate changed and started raining, and thankfully we didn't get drenched that much. Yeah, it was an interesting walk till the cave, but I couldn't enter because I didn't have spare clothes, so that was a miss. That's it. ചേച്ചി ഒരു ഭയങ്കര ഊണായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടാക്കിയിരുന്നത്. അതിനകത്ത് പോർക്ക്, ബീഫ്, ചിക്കന്, ഒന്നും പറയണ്ട. ഞങ്ങൾ കഴിച്ച് സന്തോഷിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. Had a delicious meal from Priya Chechi and Suresh Shettan's house. Such warm and wonderful hosts. Now we are on our way to Tommankutta. It's a beautiful waterfall is what I hear. I have visited Tommankutta when I was in school, I think, but I really don't recall. Just take a look at the scenery here. It's ലോട്ട് ഓഫ് നല്ല കാടാന്ന് തോന്നുന്നു. കാട് അല്ലെങ്കിൽ ഫോറസ്റ്റ് ആയി തോന്നുന്നു. എന്താണ് ജോലി പറയുന്നത്? എനിക്കൊന്നും പറയാനില്ല ഇപ്പൊ. Sorry. So I have reached Tommankutta, but unfortunately today it's closed and we are unable to go down. So that's a disappointment. Having tea from a nearby tea stall. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ ഒരു അമ്മച്ചി വന്നു. മോളെ ചായ കുടിക്കണമെന്ന് ചോദിച്ചു. ഞങ്ങൾ വിചാരിച്ചു ചായ കുടിക്കാം, ബിക്കോസ് അവർക്കൊരു സഹായമല്ലേ നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പോൾ അതാ ചായയും മഴയും തൊമ്മൻകുത്തും. We're very disappointed that we couldn't enter Tommankutta because അവിടെ ഇന്ന് റെഡ് അലേർട്ട് ആയിരുന്നുകൊണ്ട് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ആനച്ചാടിക്കുത്ത്. അപ്പോൾ ഇത് ഓപ്പൺ ആണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ആ വഴി പോകാം. ഈ വഴിയാണെന്നാണ് പറയുന്നത്. ലെറ്റ്സ് ഗോ.
എല്ലാം മാച്ച് കളഞ്ഞു. ഞങ്ങൾ ആ വഴി പോവാം. വിഘ്നേഷ് പറഞ്ഞു ഈ പാറ ഞാൻ കയറണം. ഞാൻ പറഞ്ഞു പറ്റൂല, ഞാൻ ഓടിപ്പോയി. ആരെങ്കിലും മുന്നിൽ പോകുന്നതായിരിക്കും. നാറ്റം എന്തോ ഒരു നാറ്റം. റബ്ബറിൻ്റെ ആണെന്ന് തോന്നുന്നു. അയ്യോ പുറകിലുണ്ടല്ലോ അല്ലേ, പുറകിലുണ്ടല്ലോ അല്ലേ. Grand reveal. I should stand there and you should stand here. Just look at the amazing view. I have not seen this close. ആനച്ചാടിക്കുത്തിലെ ആ വാട്ടർഫാൾ വാസ് റിയലി അമേസിങ്. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. തൊട്ടടുത്തായിരുന്നു. എനിക്ക് ശരിക്കും കുളിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ സ്പെയർ ക്ലോത്ത്സ് ഒന്നും ഇല്ല. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പിന്നെ താഴോട്ട് അങ്ങോട്ട് ഇറങ്ങി. ബൈ. So found a very interesting place which Chechi had suggested. This is an exclusive laddu place. So you will see different varieties of, not different varieties, different shapes of laddus. Yeah, so like Vignesh said, different size. You see the small one and there's a big one here, and there's slightly smaller version. And there's jangri and all that. A very cute little hole in the wall type place. I love laddu. Okay, bye. ഞാനൊരു ബൂസ്റ്റ് കഴിച്ചാലോ? Boost is the secret of my energy. Our energy. This is yet another place which Sahil from 90s Kota had referred. He said this place has 48 varieties of tea. Chai Premi is the name of the place, okay? Because Vignesh loves tea, we have to come here. Because we don't have a choice. Vignesh, are you happy? That brings us to the end of this episode. It was really an amazing place. I never expected so many things in Todupuzha. In fact, there are a lot more other places to visit. Hopefully, someday I'll come back again. Special thanks to Suresh Chetan and Priya Chechi for showing us such beautiful locations. And Priya Chechi, thank you for cooking some wonderful dishes for us. Until next travel, take care. Bye-bye. That brings us to the final, that brings us to the end, final, that brings us towards the end of the, Jo!